ആദ്യം നിജേഷ് അരവിന്ദിലേക്ക്. നിജേഷ്, ഈ വിഷയത്തിൽ മന്ത്രി പി രാജീവ് സഭയിൽ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സഭ ഇന്നലെ ആരംഭിച്ചു, ഇന്നലെ അടിയന്തര പ്രമേയമില്ല, സബ്മിഷനില്ല, ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം. ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കണ്ട് പ്രതിഷേധ പരിപാടികൾ പോലും സംഘടിപ്പിക്കാൻ കഴിയാതെ നിന്ന നിങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടല്ലേ ഇന്നൊരു അടിയന്തര പ്രമേയമായി അത് കൊണ്ടുവന്നത്? പ്രതിപക്ഷം പോലും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതല്ലേ അതിലൂടെ നേരിടുന്ന പ്രധാനപ്പെട്ട പഴി പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ബി.ജെ.പിയുടെ ചാനൽ വക്താവ് ഒരു പരാമർശം നടത്തുന്നു. രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിയേറ്റു കഴിഞ്ഞാൽ എന്ന രീതിയിലുള്ള പരാമർശം വരുന്നു. പിറ്റേ ദിവസം കോൺഗ്രസ് നിയമപരമായി അതിന് പരാതി കൊടുക്കുന്നു. അതിനടുത്ത ദിവസം തെരുവിൽ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധത്തിൽ പങ്കാളിയാവുന്നു. സ്പീക്കർക്ക്, ആഭ്യന്തരമന്ത്രിക്ക് AICCയുടെ ജനറൽ സെക്രട്ടറി പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു തലത്തിൽ നിയമപരമായ പരാതി പോകുന്നു, മറുഭാഗത്ത് ഒരു പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഇന്നലെ ചേർന്ന സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നലെ ചേർന്ന സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളതൊരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF അടക്കം വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്തയായി കൊണ്ടുവന്നേനെ. ആ നിലയിലേക്ക് അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംഘടനാപരമായ നേതൃപരമായ പരാജയമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നിയമസഭ ചേരുമ്പോൾ ഇന്നലത്തെ അടിയന്തര പ്രമേയമായി അത് അവതരിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. നിങ്ങൾ തന്നെ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തു. 26-ാം തീയതി നടന്ന സംഭവം ഇന്നലെ സഭ ചേരുമ്പോൾ ആദ്യ ദിനം തന്നെ അവതരിപ്പിക്കേണ്ട വിഷയം. ഒന്ന്. രണ്ട്, പോട്ടെ, ഇന്നലെ ഒരു സബ്മിഷൻ പോലും സഭയിൽ വന്നില്ലല്ലോ എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്താണ്? ബി.ജെ.പിയുടെ വക്താവിനെതിരെ കൊടുത്ത പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയോ കേസ് ഒരു FIR ഇട്ടതിനപ്പുറത്തേക്ക് അന്വേഷണം നടത്തുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിനെതിരെയാണ്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതിനെതിരെയല്ല. പറഞ്ഞതിനെതിരെയുള്ള പ്രതിഷേധം, തെരുവിൽ രാഷ്ട്രീയ പ്രതിഷേധം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് മറ്റേത് പരാമർശം ഉണ്ടായി കഴിഞ്ഞാലും പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്ന, അന്വേഷണം നടത്തുന്ന, അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ പോലീസ് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരു തണുപ്പൻ മട്ടിൽ പോകുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൂടി പ്രതിപക്ഷ നേതാവാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ CPM-ന്റെ പ്രതികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പൊതുശത്രു, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒരു പൊതുശത്രുവാണ് BJP എന്നൊരു ധാരണ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾക്കുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം മാറുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ BJP നേതാവിനെതിരെ ഒരു കേസ് വരുമ്പോൾ അത് ഒറ്റക്കെട്ടായിട്ട് നടപടിയെടുത്ത് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കാര്യം ചെയ്തു. കേരളത്തില് വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഭീഷണിപ്പെടുത്തിയാലും കോൺഗ്രസ് നേതാവിനെതിരെ ഭീഷണിപ്പെടുത്തിയാലും ഒരുപക്ഷെ ഇന്നത്തെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റേത് ആളുകൾ സംസാരിച്ചാലും 26-ാം തീയതി ഉണ്ടായ സംഭവം 26-ാം തീയതി ഉണ്ടായ സംഭവം 26 കഴിഞ്ഞ് 27 കഴിഞ്ഞ് 28 കഴിഞ്ഞ് 29-നാണ് നിയമസഭ ചേരുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വിമർശനം സർക്കാരിനെ കുറിച്ചുണ്ട് എങ്കിൽ അതിൻ്റെ ദേശീയ രാഷ്ട്രീയ മാനം കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്നലെ അത് സഭയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു സബ്മിഷൻ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ്.